വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ഈ ഗെയിമിലേക്ക് പിന്നെയും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 50 സബ്ബായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഗെയിമിൽ കുറച്ച് സ്ഥലങ്ങൾ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതായത് നമ്മൾ BMW M2ലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇത് റിയൽ മണിയുടെ ഒരു കാറാണ്, പക്ഷെ എനിക്ക് ഫ്രീ ആയിട്ടൊരു സബ്സ്ക്രൈബർ തന്നു. അപ്പം ഞാൻ അതിലാണ് പോകുന്നത്. എന്താ പറ്റി? ബഗ്ഗാണ്. ബഗ്ഗാണ് സിംഗിള. ഓക്കെ, നമ്മളപ്പോൾ നേരെ ഇപ്പോൾ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാം എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ഈ ഒരു ഗെയിമിൽ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇൻറ്റീരിയർ ഇട്ടാണ് ഓടിക്കാൻ പോകുന്നത്. അത്യാവശ്യം ഒരു വൈബ് കിട്ടുമായിരിക്കും. ഇപ്പം ഗെയിമിൽ ഏറ്റവും കൂടുതൽ പവറുള്ളത് ഈ ഒരു M2-നാണെന്ന് തോന്നുന്ന കാര്യം. എൻ്റെ M5 ഒരു ഇത്രയും പവറിൽ പോകത്തില്ല. ഈ M4ഉം പോകത്തില്ല, M5ഉം പോകത്തില്ല. എൻ്റെ കയ്യിൽ M4 ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഗ്യാരേജിൽ കിടപ്പില്ല. ഞാനൊരു വർക്കിന് കൊടുത്തേക്കാണ്. അതുപോലും ഇത്രയും പവറിൽ പോകത്തില്ല. ഒരു കാറും പോകത്തില്ല എൻ്റെ. ഇന്ന് കൂടിപ്പോയി 800 HP എന്തോ ഉള്ളൂ. പക്ഷെ ഇത് പോകുന്ന പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്യാവശ്യം സ്പോർട്സ് കാർ പോകുന്ന ഒരു റേഞ്ചിലാണ്. എന്തൊരു പവറാണ്. ഇതെനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് GG വർക്ക് ചെയ്ത കാറാണോ എന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് GG വർക്ക് ചെയ്ത കാറാണ്. അതുകൊണ്ടാണ് ഇത്ര കൺട്രോൾ കിട്ടാത്ത. ഈ തൊടുമ്പോൾ തന്നെ പറക്കുന്നത്. ഇവിടെ താണ്ട് ഇവിടേക്ക് ആയിട്ടൊരു പ്ലേസ് ഉണ്ട്. ഇതാണ് ഫാം. അപ്പം ഇതിവിടെ അത്യാവശ്യം അടിപൊളി ഒരു പ്ലേസാണ്. ഒരു നൈസാണ്. ഇങ്ങോട്ട് ജങ്കിയാടൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. കാണിക്കാൻ ടൈം കിട്ടുമെന്നൊന്നും എന്നോട്. അപ്പം ഇന്ന് നമ്മളത് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ചെറിയൊരു വീട് പോലെയൊക്കെയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യാം. നോക്കട്ടെ ഇടിക്കുമെന്നൊക്കെ നോക്കട്ടെ. വണ്ടി ലോക്കും ആക്കിയിട്ടുണ്ട്. ഇതാ കിടക്കുന്ന നമ്മളെ മുതൽ. കിടിലല്ലേ ലുക്ക്. ഈ M2-ൻ്റെ ഒക്കെ ഹെഡ്ലൈറ്റ് കാണാൻ ഏതാ ലുക്ക്. M2, M4, M5 ഒക്കെ ഹെഡ്ലൈറ്റ് കാണാൻ മാരക ലുക്കാണ്. എത്ര നോക്കിയാലും ഒരു ഇത് വരത്തില്ല. അത്രയും കിടില ലുക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് M5 ആ ഒരു ഹസാർഡ് ലൈറ്റ് ഇടുമ്പോൾ ആ ഹെഡ്ലൈറ്റിലും കൂടിയും ആ വെട്ടം ഒരു യെല്ലോ കളർ ഇത് വരത്തില്ലേ ഈ ഹസാർഡ് ലൈറ്റ് ഇടുമ്പോൾ. അത് പക്ഷേ ഈ M2, M4-ലൊന്നും വരത്തില്ല. അത് മാത്രമുള്ളൊരു കുഴപ്പം ഫീൽ ചെയ്യുന്നത്. ഇത് അത്യാവശ്യം ഒരു ഡ്രിഫ്റ്റ് കാർ പോലത്തെ ഒരു കാറായിരുന്നു. ഇത് ഭയങ്കര GG വർക്ക് ചെയ്തേക്കുന്നുണ്ട്. ഭയങ്കര പവറാണ്. അതുകൊണ്ട് ഓടിക്കല് ഭയങ്കര പാടാണ്. ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. ഒരു കാർ റിവ്യൂൽ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല. ഇതൊക്കെ അങ്ങോട്ടാ കുറേ വഴി ഉണ്ട് കഴിച്ച്. ഇത് നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. കാര്യം ഒന്നാമത് ഈ അറിയാത്തൊരു പ്ലേസാണ്. ഞാൻ ഇങ്ങോട്ടൊക്കെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഫസ്റ്റാണ് ഞാൻ വെറുതെ ഓടിച്ചോടിച്ച് ഇങ്ങോട്ടൊക്കെ പോകുന്നപ്പോഴേക്കാണ് എനിക്ക് ഈ ഒരു വഴി കിട്ടിയത്. ഞാനിപ്പോൾ ഓടിച്ച് പൊക്കോണ്ടെനിക്ക് ഇതിത്തെ റോഡ് ഇതും എല്ലാം ഒരേ ടെക്സ്ചറാണ്. അതുകൊണ്ട് ഏതാണെന്ന് മനസ്സിലായി. ഇവിടുന്ന് ഇങ്ങോട്ടല്ലായിരുന്നുള്ള സാരമില്ല. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടെടുത്തിട്ട് പോവാം. അയ്യോ, തട്ടിയാ കണ്ട. ഇത്ര പെട്ടെന്ന് അഴുക്ക് പിടിച്ച് ഫ്രണ്ടിൽ. ഞാൻ അവിടെ വെച്ച് തമ്പനയിലെടുത്താൽ നന്നായി. ഇല്ലെങ്കിൽ ഇപ്പം എനിക്ക് തോന്നി ആ പറപ്പിച്ച് തന്നെ കണ്ടപ്പോഴേ തോന്നി ഇങ്ങനെ അഴുക്കാകുമെന്ന്. ഫ്രണ്ട്
ഈ ഗെയിമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കും സൈഡൊന്നും അധികം ഡെർട്ടാകത്തില്ല, പക്ഷെ ഫ്രണ്ടിൽ നല്ലോണം ഡെർട്ടാവും. അതുകൊണ്ട് കാണാനൊരു ഭംഗി ഉണ്ടാകത്തില്ല. പിന്നെ ഇങ്ങനെയൊക്കെ കുറേ നേരം ഇവിടെയൊക്കെ ഓടിക്കുമ്പോൾ. പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അവിടെ ഇടിച്ച് അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വഴി നമ്മൾ അങ്ങോട്ട് പോയതല്ല. അപ്പോൾ തിരിച്ച് വന്നത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗം കട്ട് ചെയ്ത്. ഇതൊരു റിസോർട്ടിലേക്ക് പോകുന്നൊരു വഴിയാണ്. എൻ്റെ പൊന്നെ വണ്ടി റിപ്പയർ ആക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ കയറ്റി റിപ്പയർ ആക്കി വെച്ചും പോവാം. പെട്രോൾ ഞാൻ അവിടെ നിന്ന് അടിച്ചത് കൊണ്ട് പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല, ഈ ഇതുവഴിയാണ് പോകുന്നത്. ഇതൊക്കെ അത്യാവശ്യം ഒരു കിടിലൻ സ്ഥലമാണ്. മിക്കവരും ഗ്യാങ് ഹൗസൊക്കെ ഇവിടെയാണ്. എന്ന് നേരത്തെയൊക്കെ ഒരാളെന്നെ കൊണ്ടുവന്നായിരുന്നു ഇങ്ങോട്ടപ്പം. ഇവിടെ വന്നപ്പോഴേക്കും ആ ഒരുത്തൻ പറഞ്ഞത് ഈ ഏരിയയിലാണ് എല്ലാവരും ഗ്യാങ് ഹൗസെന്ന്. ഇതൊക്കെ ഒരു ഗ്യാങ് ഹൗസാണ്. ഇങ്ങോട്ടൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ സീനാകുമെന്നൊന്നും അറിഞ്ഞൂടാ. നമ്മളെന്താണെങ്കിലും കയറിയിട്ടുണ്ട്. നമുക്ക് പാർക്കൊക്കെ ചെയ്ത് നോക്കാം. ആരും വരുത്തില്ലായിരിക്കും, കാര്യം ഇതങ്ങനെ എല്ലാവരും ഒന്നും ഇങ്ങോട്ട് വരികയല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല. നമ്മളെ മറ്റേതുപോലെയല്ല, മറ്റേത് ഗെയിമിൽ തന്നെ ഒരു ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഹോമാണ്. അപ്പോൾ ഈ ഒരു ഗ്യാങ്ങിൽ കുറേ പേരുണ്ടാവില്ല. അപ്പം എല്ലാവരും ആ ഹൗസ് മേടിച്ചാൽ എല്ലാവർക്കും ആ ഹൗസിൽ കയറാനും വണ്ടി ഇടാനും പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ക്യാഷൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ഗ്യാങ്കാരും ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ ഹൗസ് നോക്കും. അപ്പോൾ അത് നോക്കുമ്പോൾ അവർക്ക് ലാഭമല്ലേ. ഇങ്ങനെ കുറേ ഇതൊന്നും നോക്കണ്ട, പെട്ടെന്ന് തന്നെ ഒരു ഹൗസും കിട്ടും. അത്യാവശ്യം കാറും പാർക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ 20 പേർക്ക് കയറാം ഇതിൽ. അപ്പോൾ ഇതിൽ 20 പേരൊന്നും വരികയല്ലേ, സിംഗിൾ പ്ലെയറാണ് ഞാൻ എപ്പോഴും കളി. എക്സോസ്റ്റ് ഉണ്ടാകും, സീനല്ലേ. എൻ്റെ സിവിക്കും BMW M5 കിട്ടില്ലായിട്ട് പൊട്ടു ഇതിൽ കണ്ട. ഈ ഒരു വീട്ടിൽ ഡോഗിൻ്റെ ഇതുണ്ട്, പക്ഷെ നമ്മൾ ആ ഒരു വീട്ടിലൊക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്ന ഡോഗുണ്ട്. ബട്ട് ഈ വീട്ടിലില്ല, കാര്യം ഡെവലപ്പേഴ്സ് അത് മാത്രമേ ക്രിയേറ്റ് ചെയ്തുള്ളൂ. വീട് ക്രിയേറ്റ് ചെയ്തെങ്കിലും ബട്ട് ഡോഗ്സിനൊന്നും അവർ ഇങ്ങനത്തെ ഇതിൽ ക്രിയേറ്റ് ചെയ്തില്ല. അപ്പം ഇതുണ്ട്, നമുക്കൊരു ഫോട്ടോ വീച്ചാം. ഞാൻ വെറുതെ എടുത്തു ഇതാണ്. ഈ ഗെയിമിൽ തന്നെ ഉണ്ട് ഈ ഡ്രോണിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ, മനസ്സിലായോ? അങ്ങനെ എടുക്കുന്നതാണ് ഞാൻ എപ്പോഴും. അപ്പം വെറുതെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഓരോ ഫോട്ടോ എടുക്കാറ്. അല്ലാതെ ഒന്നും ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ടൊന്നും വരാറൊന്നുമില്ല. അലമ്പാണ്. ഈ ഒരു M2 നിങ്ങൾ അധികം ആൾക്കാരൊന്നും കാണാൻ സാധ്യതയില്ല, കാര്യം ഇതൊക്കെ അത്യാവശ്യം റെയർ കാറാണ്. പിന്നെ ഞാനധികം എടുക്കാറില്ല, ഇതിൻ്റെ പവർ കാരണമാണെന്ന് പറഞ്ഞാൽ ഒരു ലൈനപ്പ് ആക്കിയൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു കാറും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ തുടമേക്കും പറക്കുകയാണ്. ഫസ്റ്റ് ഞാൻ വെറുതെ തുടമ്പ തന്നെ 100 കയറാൻ പോവുക. അപ്പം അതുകൊണ്ടൊക്കെയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഈ ഒരു ഹൗസിൽ വെച്ച് വേണ്ട, വേറൊരു ഹൗസൊക്കെ ഇത് അത്യാവശ്യം പോരാ, വേറൊരു ഹൗസിൽ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ കൊള്ളാലോ. ഈ ഹൗസ് കൊള്ളാം. ഇത് നമുക്ക് എപ്പോഴും ഈ ഹൗസിൽ വരാം കേട്ടോ.
ഇതെവിടെയായിട്ട് വരും? ഈ ഒരു വാട്ടർഫോൾസ് ഒക്കെ കണ്ടോ? അതൊക്കെ സീനല്ലേ? അതിൻ്റെ ഒക്കെ അടുത്ത് വീട്, അത് വൈബ. അതെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാണ് നമ്മൾ വൈൻഡപ്പ് ആക്കാൻ പോകുന്നത്. ഇതിന് ഒരു ഇത് കണ്ടോ? നമുക്ക് കളിക്കാൻ വേണ്ടി ഞാൻ ഡ്രോൺ പറത്തി കാണിച്ചു തരാം. കണ്ടോ, ഒരു ടർഫ് പോലെ ഉണ്ട് ഇവിടെ. നമുക്ക് ഫുട്ബോൾ കളിക്കാനും ഇതിനൊക്കെ ആയിട്ട്. പിന്നെ അപ്പുറത്തും ഇതേപോലെ ഒരു ടർഫൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഡ്രോൺ പറത്തിയാണ് വിടുന്നത്. അതെ, കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഹൗസ്. അത്യാവശ്യം കൊള്ളാമല്ലേ? ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ വാട്ടർഫോൾസും വരുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം അടിപൊളിയാണ് കാണാൻ. കണ്ട, വാട്ടർഫോൾസ് അല്ല, ഒരു ലേക്കെന്നും പറയാൻ പറ്റത്തില്ല, ഒരു പോണ്ട്, കുളം പോലത്തെ ഒരിത്. ഈ പ്ലേസ് നിങ്ങൾ ഒരിക്കലും മറക്കല്ല. ഇവിടുന്ന് ഏറ്റവും അറ്റത്ത് വരും. ഓക്കെ, ഏറ്റവും അറ്റത്ത്. നമ്മൾ മിക്കവാറും ഇനി ഇവിടേക്ക് ആയിരിക്കും നമ്മൾ ഇനി വീഡിയോസ് എടുക്കാൻ പോവുക. അപ്പോൾ ഇവിടെ വെച്ചൊരു ഫോട്ടോ खींचाന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ക്യാരക്ടറൊക്കെ മര്യാദയ്ക്ക് നിർത്തട്ടെ. നമ്മൾ അത്യാവശ്യം ഹൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട്. അങ്ങോട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പോവാം. അപ്പം ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.